സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. പാലക്കാട് ജില്ലയുടെ കൊല്ലങ്കോടിലെ നെല്ലിയാമ്പതിയുടെ താഴ്വാര പ്രദേശത്താണ് ഞാനുള്ളത്. നമുക്കിവിടെ ഒരുപാട് പ്രകൃതികളും ഒരുപാട് അനുഭവങ്ങളും ഉണ്ട്, നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇത് കാണുന്നത് ഒരുപാട് മലയോരങ്ങളാണ്. ഇവിടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ ഒരുപാട് പ്രകൃതിയുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കരമായിട്ടുള്ള മലയോര പ്രദേശമാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു മേഖലയാണ്. നമുക്കിതിൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പോവുകയാണ്. ഒരുപാട് വീഡിയോ കാണാം, ഒരുപാട് വെള്ളച്ചാട്ടം, ഒരുപാട് മക്കളും ഫാമിലിയൊക്കെ വിളിക്കുന്നു. അവരെല്ലാം വളരെ ജീവിതം ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കതിലേക്ക് ഇന്ന് പോവുകയാണ്. ഒരു അലകപ്പാണ്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. വെള്ളി അരിഞ്ഞാണം പോലെയാണ് വെള്ളം ഒഴുകുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗമായിട്ട് കാണുന്നത് നെല്ലിയാമ്പതിയുടെ ഹെഡാണ്. ആ നെല്ലിയാമ്പതിയുടെ മുകളിൽ നിന്നാൽ നമ്മൾ കാണുന്ന ആ മലയോര പ്രദേശം ഈ കാണുന്ന താഴ്വാരങ്ങളാണ്. അടിവാരങ്ങളിൽ ഒരുപാട് വലുതും ചെറുതുമായ നിരവധി ആൾക്കാരും താമസിക്കും. അതിമനോഹരമായ പ്രകൃതി, അതിമനോഹരമായ മാവും തോട്ടങ്ങൾ എന്ന് പറയാനില്ല. ഒരുപാട് പ്രകൃതിയെ സുഖിപ്പിക്കുന്ന, നമ്മളെയും ആസ്വദിപ്പിക്കുന്ന വളരെ മനോഹരമായ മേഖലയാണ്. ഇനിയുണ്ട് ഒരുപാട് കാണുവാൻ. അതിൽ ഒരു ഭാഗമാണ് കണ്ടോ, നമ്മുടെ നോട്ടം പോലും മുകളിലേക്ക് എത്തുന്നില്ല, അത്ര ഹൈറ്റ്. നെല്ലിയാമ്പതി ഇത് ഈ മലയുടെ തൊട്ട് ബാക്കിലാണ്, അതിൻ്റെ ഫ്രണ്ടാണ് ഈ കുഴി ഭാഗമാണ് ഈ കാണുന്നത്. ഇതാണ് മലയോരം. നമ്മളവിടെ നിന്നാൽ കാണുന്ന ഏറ്റവും വലിയ താഴ്ചയുള്ള ഒരു മേഖലയാണിത്. ഒരുപാട് അപകടങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അത്ര മനോഹരമായ ഒരു മേഖലയും കൂടിയാണ് നമ്മൾ പോകുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ പാലക്കാടിൻ്റെ ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് പ്രകൃതികൾ ഞാൻ പല വീഡിയോയിൽ പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഈ മലയോര താഴ്വാരത്ത് ഈ പാടപ്രദേശങ്ങളിൽ ഒരു പ്രത്യേകതരം നെൽകൃഷിയാണ്. ആരും കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കർണാടക മേഖലകളിൽ കണ്ടിട്ടുണ്ടെന്നാണ് നമ്മൾ അന്വേഷണത്തിൽ പറയപ്പെടുന്നത്. നമ്മൾ കണ്ടത് പച്ച നിറമുള്ള പാട കൃഷികളാണ്. കണ്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സൈഡിൽ കാണുന്ന വയലറ്റ് കളറുള്ള നെൽകൃഷിയാണിത്. ഇതൊക്കെ നമുക്ക് ഇവിടങ്ങളിൽ വന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അത്ര പ്രകൃതി സുന്ദരമായ പാലക്കാട് മണ്ണിൻ്റെ കൃഷി മേഖലയുടെ അതിമനോഹരമായ കാഴ്ചകൾ മരവിക്കാത്ത മേഖലകളാണ്. പറയാൻ വാക്കുകളില്ല. ആ പാലക്കാട് മണ്ണിൻ്റെ പ്രകൃതി, എന്ത് നട്ടാലും മുളയ്ക്കുന്ന ആ മണ്ണിൻ്റെ സത്യം ഉണ്ടല്ലോ, ഭയങ്കരമാണ്. ഇനി പോകുന്നത് മറ്റ് വീഡിയോയിലേക്കാണ്. ഹായ്. ഇത് എന്ത് നെല്ലാണമ്മ? അത് നവര നെല്ലാണ്. നമ്മൾ അപൂർവമായിട്ട് ഇവിടെ കാണാറുള്ളൂ അല്ലേ? നവര നെല്ലെന്നാണ് ഇതിന് പറയുന്നത് അല്ലേ? അതിഭയങ്കരമായിട്ടുള്ള അല്ലേ? അമ്മമാർക്ക് അതാണോ ഇഷ്ടം, ഇതാണോ ഇഷ്ടം? ആ നെല്ലാണോ ഈ നെല്ലാണോ ഇഷ്ടം? ഏത് പുതുനെല്ലാണ് ഇഷ്ടം അല്ലേ? അതെ. എന്താ നമ്മുടെ പേര്? ദേവുമ്മ. ഇവിടെ അടുത്താണോ? അത് ഭയങ്കര നല്ല രസകരമായ ഒരു സംഭവമാണ് കേട്ടാ. ഓക്കെ.
സുഹൃത്തുക്കളെ കണ്ടല്ലോ, ആന ആന പാടത്തിൻ്റെ മുകളിൽ നിൽക്കുന്നെങ്കിലും ആന ഉപദ്രവിക്കുകയൊന്നുമില്ല കേട്ടോ. ആനയും പ്രകൃതിയെ ആസ്വദിക്കുകയാണ് ആന. കണ്ടല്ലോ, അതിമനോഹരമായ പ്രകൃതിയാണ്. ഇനി നമ്മൾ പോകുന്നത് ചിങ്ങംതറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കൂടി അറിയാം. ഓക്കെ. സുഹൃത്തുക്കളെ, ഞാൻ എത്തിയിരിക്കുന്നത് ചിങ്ങംചിറ ക്ഷേത്രത്തിൻ്റെ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു കുറച്ചേ ഉള്ളൂ അമ്പലത്തിലേക്ക് പോകാൻ. ഇതാണ് എൻ്റെ ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പ്രകൃതിയിലൊരു സത്യമുള്ളൊരു അമ്പലമാണ്. കാരണം എല്ലാ മനുഷ്യരും വന്ന് ഈ മാംസങ്ങൾ പൂജ ചെയ്ത് കർമ്മങ്ങളൊക്കെ ചെയ്ത് രക്ഷിച്ചു പോകുന്ന ഒരു ക്ഷേത്രമാണ് ചിങ്ങന്തറ ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കും. അപ്പം നമ്മൾ ആ അമ്പലത്തിലേക്ക് പോകുകയാണ്. ഒരു സുഹൃത്തുക്കളെ, ഞാനിപ്പം ചിങ്ങന്തറ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ കാണാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ മാംസം കൊണ്ടുവന്ന് കോഴിയും ഒക്കെ കൊണ്ടുവന്ന് പൂജകൾ ചെയ്ത് ക്രിയകൾ ചെയ്ത് ഭക്ഷണം കഴിച്ചു വളരെ ദൈവവിശ്വാസത്തോടു കൂടി മടങ്ങുന്ന ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ ഒരു വളരെ വ്യത്യസ്തമായ നമ്മുടെ ആലുകളാണ്. അത് കാണുമ്പോൾ പല ക്ഷേത്രഭാഗങ്ങളിലൊക്കെ ഇതൊക്കെ കാണാറുണ്ടെങ്കിൽ പോലും അതിമനോഹരമായ ഒരു പ്രത്യേക ഒരു സീനാണ് ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് അവരുടെ മറ്റ് വിവരങ്ങളിലേക്കാണ്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. നമുക്ക് ബാക്കി കൂടെ കാണാം. സുഹൃത്തുക്കളെ, ഈ ബോർഡിൽ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് വരുന്നവർ മാലിന്യങ്ങൾ ഇവിടെ ഇടാൻ പാടില്ല എന്നുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇത്രയും ഭക്തർ വന്ന് ഇത്രയും ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പാചകം ചെയ്തിട്ടും വളരെ വൃത്തിയായി കിടക്കുന്ന ഒരു മേഖലയാണ്. സർവശക്തന അത്രത്തോളം ഭംഗിയായി നോക്കുന്ന ഒരു മേഖലയാണ്. നമുക്ക് കാണാൻ ബാക്കി. സുഹൃത്തുക്കളെ കണ്ടല്ലോ, അമ്പലത്തിൻ്റെ പരിസരവും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇതാണ് ഒരുപാട് വിശ്വാസങ്ങൾ. പല മക്കളില്ലാത്തവരും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് തൊട്ടിലുകൾ കെട്ടിയും യാലിൽ കെട്ടിയും ഒരുപാട് വിശ്വാസങ്ങൾ നേടിയെടുത്തിട്ടുള്ളൊരു അമ്പലമാണ് ഈ ചിങ്ങന്തറ അമ്പലം. ഈ അമ്പലത്തിൽ നിരവധി ഭക്തർ ഡെയിലി വന്നു പോകുന്നു. ഈ അമ്പലത്തിനെ കുറിച്ച് നമുക്ക് പറയാനില്ല. ഈ അമ്പലത്തെക്കുറിച്ച് ലോകമെമ്പാടും അറിയണം. നിങ്ങൾ ഓരോരുത്തവരും ഈ ചൈതന്യത്തെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. എല്ലാവരും വരണം. ഈ പ്രകൃതിയെ നമ്മൾ വന്ന് കാണണം. ഭഗവാന്റെ അടുത്ത് വരണം. ഇവിടെ വന്ന് തൊഴുത് നമ്മൾ സമാധാനപരമായി നമ്മുടെ മനസ്സ് ശാന്തപ്പെടുത്തി പോകാൻ നമുക്ക് കഴിയും. ഇവിടെ എല്ലാവരും എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോരുത്തവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സഹായിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയോടുകൂടി ഇവിടെ വന്ന് നിങ്ങൾ ഓരോരുത്തവരും കാണുമെന്നുള്ള ഏക പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. ക്യാമറമാൻ സുമാറിനൊപ്പം മഹേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം.